അങ്ങനെ അവധിക്കാല ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. സ്കൂളിലേക്ക് പോകുന്ന ദിവസമാണ്. സംസ്ഥാനത്ത് ഇന്ന് പ്രവേശനോത്സവമാണ്. കുരുന്നുകളെ വരവേൽക്കാൻ വിദ്യാലയങ്ങളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇക്കുറി ആലപ്പുഴയിലാണ്. കലബൂരിലെ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ഉൾപ്പെടെ മറ്റെല്ലാ ജില്ലകളിലും വളരെ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ദേവൻ MP ഉണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ ചേരുന്നുണ്ട്. ആദ്യം ദേവനിലേക്ക് പോകാം, കാരണം പ്രവേശനോത്സവമൊക്കെ ആലപ്പുഴയിലാണ് നടക്കുന്നത്. ഗംഭീര ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആലപ്പുഴയിൽ. ദേവൻ, ഗുഡ് മോർണിംഗ്. 2 മാസത്തെ അവധിക്കാലത്തിനൊക്കെ വിട നൽകി നമ്മുടെ കുട്ടിക്കുറുമ്പുകാർ എല്ലാം സ്കൂളിലേക്ക് തിരിച്ചെത്തുന്ന ദിവസമാണ്. പ്രവേശനോത്സവത്തിന്റെ സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞില്ലേ? സേതു, വെരി ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ തന്നെ 2 മാസത്തെ വേനലവധി എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി കുട്ടികളെല്ലാവരും തന്നെ തിരികെ സ്കൂളിലേക്ക് കടക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പൂർത്തിയാക്കിയെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇപ്രാവശ്യത്തെ സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്നത് ആലപ്പുഴ കലവൂർ ഗവൺമെൻറ് HSS സ്കൂളിലാണ്. ഇവിടെ കഴിഞ്ഞ ഒരു 4-5 ദിവസങ്ങളായി തന്നെ കുട്ടികളും അധ്യാപകരും ഇവിടുത്തെ ജനപ്രതിനിധികളും എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ ഈ കലോത്സവം വർണ്ണഗംഭീരമാക്കാനുള്ള എല്ലാ നടപടികളും ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലെ കൂടി നമ്മളിവിടെ വന്നപ്പോഴെല്ലാം തന്നെ ഈ കുട്ടികളെല്ലാം തന്നെ ഈ ഗാനങ്ങളുടെ നൃത്താവിഷ്കാരത്തിനും മറ്റ് ഗാനാലാപനത്തിനും അങ്ങനെ കലാപ്രകടനങ്ങൾ കൊണ്ട് സമ്പന്നമാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമാണ് കുട്ടികൾ ഇന്നലെ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് പ്രവേശനോത്സവ ഗാനത്തിൻ്റെ ദൃശ്യാവിഷ്കാരം 8:30 തന്നെ അതിൻ്റെ ഒരു തുടക്കത്തോടു കൂടിയാണ് ഈ സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ ചടങ്ങുകൾക്ക് തുടക്കമാവുക. നമുക്കറിയാം, കൊട്ടാരക്കര തലവടി ഗവൺമെൻറ് HSS സ്കൂളിലെ കുട്ടി ഭദ്രാഹരി എന്ന കുട്ടി എഴുതിയ ആ ഒരു ഗാനത്തിൻ്റെ ദൃശ്യാവിഷ്കാരത്തോടു കൂടിയാണ് ഈ പ്രവേശനോത്സവത്തിൻ്റെ പരിപാടികൾക്ക് തുടക്കമാവുക. അതിനുശേഷം പല രീതികളിലുള്ള ദേശഭക്തി തീമിലും ഒപ്പം ലഹരിക്കെതിരെയും ഒക്കെ ഗാനങ്ങളുണ്ട്. അതിനെല്ലാം തന്നെ ദൃശ്യാവിഷ്കാരം ആവിഷ്കരിച്ചുകൊണ്ടാണ് ഈ കലാപ്രകടനങ്ങൾക്ക് തുടക്കമാവുക. ഏതായാലും കുട്ടികളെല്ലാവരും തന്നെ കുറച്ച് ദിവസങ്ങളായി അതിൻ്റെ ഒരു ഒരുക്കങ്ങളിലായിരുന്നു. നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. സ്കൂളിലോട്ട് വന്ന് റെഡിയായ ഏത് ഡാൻസ് കളിക്കുന്നത്? അറിയില്ലേ? എത്രാം ക്ലാസ്സിലായി? ഇനി 5-ലോട്ടായി. ഈ സ്കൂളിലാണോ? കലോ സ്കൂളിലല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു വെക്കേഷനൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? എവിടെയൊക്കെ പോയി? മറന്നുപോയി. വെക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഇത് ഡാൻസിന് വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണോ? ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പൊ സ്കൂളിലേക്ക് വീണ്ടും തിരികെ എത്തി? കൂട്ടുകാരെയൊക്കെ വീണ്ടും കാണാൻ പോവാണ്. സന്തോഷമുണ്ടോ? വെക്കേഷനൊക്കെ കുറച്ചും കൂടെ വെക്കേഷൻ നിങ്ങൾ കുട്ടി കിട്ടണമെന്നുണ്ടായിരുന്നോ? കുറച്ചുകൂടെ വെക്കേഷൻ ഉണ്ടായിരുന്നു കൊള്ളായിരുന്നുണ്ടോ? നേരത്തെ തുറന്നുള്ള അഭിപ്രായമാണോ? പെട്ടെന്ന് തുറന്നതിൽ സന്തോഷമുണ്ട്. കൂട്ടുകാരെയൊക്കെ കാണാമല്ലോ എന്നുള്ള, പിന്നെ ടീച്ചർമാരെയൊക്കെ കാണാമല്ലോ എന്നുള്ള സന്തോഷം ഉണ്ടായിരുന്നു സ്കൂൾ പെട്ടെന്ന് തുറക്കാൻ വേണ്ടി. ടീച്ചർമാരെയൊക്കെ കാണാനുള്ള സന്തോഷം ശരിക്കും പറയുന്നതാണോ അതോ? അല്ല, ടീച്ചറെ കാണാൻ സന്തോഷം ഉണ്ടായിരുന്നു. റെഡിയായി കഴിഞ്ഞോ? ഇല്ല, കുറച്ചുകൂടെ ഒരുങ്ങാനുണ്ട്. ഓക്കെ. കുട്ടികളെല്ലാവരും തന്നെ വേനലവധിയൊക്കെ കഴിഞ്ഞു തിരികെ സ്കൂളിലേക്ക് എത്തുന്നു. അതിൻ്റെ ഒരു കൂട്ടുകാരെയൊക്കെ വീണ്ടും കാണാമെന്നുള്ളൊരു സന്തോഷത്തിലേക്കാണ് ഇരിക്കുന്നത്. മോളെ, ഏത് ഗാനത്തിൻ്റെയാണ് ദൃശ്യാവിഷ്കാരം? മറ്റേ പ്രവേശനോത്സവത്തിൻ്റെ ആണോ? ഗാനത്തിൻ്റെ ഡാൻസാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. റിഹേഴ്സലൊക്കെ പൂർത്തിയായി? എങ്ങനെയുണ്ടായിരുന്നു വെക്കേഷനൊക്കെ? കുഴപ്പമില്ലായിരുന്നു, കൊള്ളായിരുന്നു, എൻജോയ് ചെയ്തു. അങ്ങനെ പിന്നെ ഈ ഒരാഴ്ചയായിട്ട് പ്രാക്ടീസ് ആയിരുന്നു, ഫുള്ള് സ്കൂളിൽ തന്നെ ആയിരുന്നു ഞങ്ങൾ. അങ്ങനെ എത്ര ദിവസത്തെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഇതിന്? ഞങ്ങൾക്ക് ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു പ്രാക്ടീസ് ഫുൾ ഡേ. ഏത് ക്ലാസ്സിലാ? ഞാൻ ഇനി 12ലേക്ക്. ഈ LKG തൊട്ടുള്ള ക്ലാസ്സുകൾ ഇവിടെ ഉണ്ട്. അപ്പം ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ പരിപാടികളുണ്ട്, ഒപ്പം ഹയർ സെക്കൻഡറി പരിപാടികളുണ്ട്, LP സ്കൂളിലെ കുട്ടികളെ അവതരിപ്പിക്കുന്ന പരിപാടികളുണ്ട്. അങ്ങനെ ഈ പ്രവേശനോത്സവം മുൻ വർഷങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കുട്ടികളുടെ തന്നെ കലാപ്രകടനങ്ങൾ കൊണ്ട് വേദിയെ സമ്പന്നമാക്കാൻ തന്നെയാണ് അധ്യാപകർ തയ്യാറെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം അറിയാം, നമുക്ക് ഈ പ്രവേശനോത്സവം ഇന്നിപ്പോൾ നാളെ മുതൽ ഈ ക്ലാസ്സുകൾ ആരംഭിച്ചാൽ കൂടിയും ആദ്യത്തെ 2 ആഴ്ച പൂർണ്ണമായും പാഠ്യ വിഷയങ്ങളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് വിഷയങ്ങളിൽ കുട്ടികൾക്ക് അവരുടെ
ഒരു സാമൂഹികപരമായ ഉത്തരവാദിത്തങ്ങൾ അവരിൽ വളർത്തുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ 2 ആഴ്ച വിദ്യാഭ്യാസ വകുപ്പ് കരുതിയിരിക്കുന്നത്. പൂർണ്ണമായും ആദ്യത്തെ 2 ആഴ്ച പാഠപുസ്തകങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു അധ്യയന വർഷം തന്നെയാണ് കുട്ടികൾക്ക് തുടക്കം നൽകുന്നത്. ജൂൺ 3-ാം തീയതി ലഹരിക്കെതിരെയുള്ള ക്ലാസുകൾ തുടങ്ങുന്നു. ഒപ്പം തന്നെ ഓരോ ദിവസങ്ങളിലും ഈ റോഡ് നിയമങ്ങൾ പാലിക്കുന്നതിൽ, ഒപ്പം തന്നെ സ്കൂളുകളിൽ നിന്ന് ബസ്സുകളിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്ന് തുടങ്ങി ഒരു